ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഇന്ന് അത്യാവശ്യം നല്ല നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് രാവിലെ നൂൽപുട്ടും അതേപോലെയൊക്കെയുള്ള കടലക്കറിയും ഉണ്ടാക്കി കൊടുക്കാണ്ട്. ഇനി 15 നൂൽപുട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിൽ തന്നെയാണ് കേട്ടോ. ഒരു ടൂറ് പോകുന്നുണ്ട്. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരുമോ ചോദിച്ചപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം കുറച്ച് നേരത്തെ എണീക്കണം. രാവിലെ ഒരു 6:15 ആകുമ്പോഴത്തേന് റെഡിയാക്കണം. അപ്പോൾ ഇതാ 6 മണിയൊക്കെ ആയപ്പോഴത്തേന് തന്നെ നമ്മൾ നൂൽപുട്ടും കടലക്കറിയും ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ പാത്രത്തിലാക്കുന്നതാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും അതിൽക്കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ എണീക്കുന്നതുകൊണ്ടേ പണികളൊക്കെ പെട്ടെന്ന് തീരും. അങ്ങനെ നൂൽപുട്ടും അതിലുള്ള കറിയൊക്കെ പാത്രത്തിലാക്കി കൊടുത്തിട്ടോ. കറി പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഞാൻ ആക്കുന്നത്. സ്റ്റീലിൻ്റെ പാത്രം അതിൻ്റെ തലേ ദിവസം നമുക്ക് കാറ്ററിംഗ് ഉണ്ടായിന്. അപ്പോൾ അവർക്ക് അച്ചാറൊക്കെ കൊടുത്തപ്പോൾ സ്റ്റീലിൻ്റെ പാത്രമല്ലേ കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ്. അപ്പം ഞാൻ നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ പാത്രത്തിലാക്കി കൊടുക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചൂടുള്ള ഫുഡ് ഒരിക്കലും ആക്കരുത്. ചൂടാറിയതിന് ശേഷം ആക്കണ അത്ര നല്ലതൊന്നുമല്ല. എന്നാലും പിന്നെ നമുക്ക് കുടുങ്ങുമ്പം അങ്ങനെ ഒക്കെ ചെയ്യാനല്ലാതെ കേട്ടോ. അങ്ങനെ അതൊക്കെ പാത്രത്തിലാക്കി പിന്നെ അവർ വന്ന് അത് കൊണ്ടുപോയി. പിന്നെ കുറച്ച് നേരം ഞാനും കടന്നു. അങ്ങനെ കടന്ന് നീച്ച് പിന്നെ എൻ്റെ കുളിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കിച്ചണിക്ക് വരുന്നത്. അപ്പോൾ രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമുക്ക് വേണ്ടല്ലോ. ഇനിയിപ്പോൾ ഉച്ചക്കൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇന്ന് നമുക്ക് കറി വെക്കാൻ കിട്ടിയിട്ടുള്ളത് ബീഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബീഫ് കൊണ്ട് ഒരു മുളക് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട്. സാമ്പാർ കഷ്ണം കൊണ്ടുവന്ന ഒരു സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം സാമ്പാർ വെച്ചാൽ പിന്നെ ആർക്കും പറ്റൂല. അപ്പോൾ പച്ചക്കറികൾ കുറച്ച് അധികം ഉണ്ടാവും. പിന്നെ കുറേ ദിവസം ഒന്നും എടുത്തു വെക്കാൻ പറ്റൂല. അപ്പോൾ തന്നെ കേടുവരും. ഫ്രിഡ്ജിൽ വെച്ചാലും ഇങ്ങനെ കഷ്ണം മുറിച്ച പീസുകളല്ലേ കരം, അപ്പോൾ ഒക്കെ വേഗം കേടുവരും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് അതുകൊണ്ട് ഒരു അവിയലും ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ ലഞ്ച് മെനു അതാണ്. പിന്നെ പപ്പടവും പൊരിക്കുക. അപ്പോൾ അങ്ങനെ കേട്ടോ വിചാരിക്കണത്. അപ്പോൾ ഞാനിതാ അവിടെ ബീഫൊക്കെ കഴുകി വെക്കുന്നുണ്ട്. നല്ല ബീഫാട്ടോ. നമ്മൾ പാലാങ്കര നിന്നാണ് ബീഫ് വാങ്ങിക്കല്. അവിടെ നല്ല ബീഫ് കഴിക്കാരം. അതേപോലെ തന്നെ എല്ല്, അതേപോലെ പതിര്, പിന്നെ ലിവർ, അങ്ങനത്തെ കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല. ഉള്ളത് നല്ല ചെറുതായിട്ട് എല്ലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. എന്നാലും ഉള്ളത് നല്ല ബീഫ് കഴിക്കാരം കേട്ടോ. അപ്പം അവിടെ നിന്ന് തന്നെയാണ് അധികം വാങ്ങിക്കല്. നമുക്ക് കാറ്ററിംഗ് ഉണ്ടാകുമ്പോഴും അങ്ങനെ തന്നെ അവിടെ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിക്കല്. അവിടെ 20 രൂപ അധികമാണ് 1 കിലോയ്ക്ക്. എന്നാലും നമുക്ക് നല്ലത് കിട്ടുമല്ലോ. നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിന് അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കല്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴും അവിടെ തന്നെയാണ് കേട്ടോ വാങ്ങിക്കല്. എപ്പോഴും നമ്മൾ ഇനിയിപ്പോൾ ഇതുപോലുള്ള ചെറിയ ബിസിനസ് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്നത് നല്ല ഉഷാറാക്കിയിട്ട് കൊടുക്കാൻ നോക്കണം. നമ്മളെ ലാഭം മാത്രം നോക്കരുത്. നമ്മളുടെ അടുത്ത് നിന്ന് വാങ്ങണവർക്ക് നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉള്ള നല്ല ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇനിയിപ്പോൾ ഫുഡാണെങ്കിലും എന്താണെങ്കിലും കേട്ടോ. അതുപോലെ തന്നെ ആദ്യമൊക്കെ ഞാൻ ഇതേപോലെ ബിരിയാണിയൊക്കെ വെച്ച് കൊടുക്കുമ്പം അതിൻ്റെ കൂടെ അച്ചാർ, ഞാൻ നാരങ്ങച്ചാർ ഇങ്ങനെ ബോട്ടിൽ വാങ്ങിയിട്ട് അങ്ങനെ കൊടുക്കലേന് കേട്ടോ. ഇപ്പം ഞാൻ ഉണ്ടാക്കണ അച്ചാറാണ് ഞാൻ കൊടുക്കല്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അച്ചാറിനും ആവശ്യക്കാരുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് വീട്ടിൽ നിന്ന് അച്ചാറുണ്ടാക്കി തരുമെന്ന് ചോദിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ അച്ചാറുണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ ചോറൊക്കെ വന്ന് ഊറ്റി വെച്ചിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബീഫ് അടുപ്പത്ത് വെക്കണം. അപ്പോൾ അതിക്ക് കുറച്ച് ചെറിയ ഉള്ളിയും അതേപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ തൊലി കളയാനുണ്ട്. അപ്പോൾ അതൊക്കെ വേഗം ഒന്ന് തൊലി കളഞ്ഞെടുത്ത് പിന്നെ സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്യാണ്ട്. ഇത് 1.5 കിലോ ബീഫാട്ടോ. പിന്നെ ഞാൻ ബീഫ് ഉണ്ടാക്കുമ്പം ഇങ്ങനെ ബീഫ് മുളക് കറി ആയിട്ടാട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പം കുറേ സവാള ചേർക്കലില്ല കേട്ടോ. ഇത് 2 സവാള ഉണ്ടാവും. ചെറിയ 2 സവാള ഞാൻ എടുത്തിട്ടുള്ളൂ. അതേപോലെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. നമ്മൾ വരട്ടാൻ വേണ്ടിയിട്ട് ബീഫ് അടുപ്പത്ത് വെക്കുമ്പോൾ തക്കാളി ചേർക്കലില്ല. അതേപോലെ മുളക് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തക്കാളി ചേർക്കും. അതുപോലെ തന്നെ ചെറിയ ഉള്ളി എത്ര ചേർക്കുകയാണെങ്കിലും ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരുപാടൊന്നും തൊലി കളയാനും ഇപ്പോൾ എനിക്ക് ടൈമില്ല. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ നമ്മൾ ചോറ് വന്ന അടുപ്പ് ഒഴിഞ്ഞണമല്ലോ. അപ്പോൾ ഞാൻ അടുപ്പൊന്നിങ്ങനെ അണച്ചുട്ടി വെച്ചിനി കേട്ടോ. അപ്പോൾ അങ്ങനെ അടുപ്പ് കത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം ബീഫ് കറി അടുപ്പത്ത് വെക്കാം. അപ്പം നമ്മൾ മുളക് കറിയല്ലേ ഉണ്ടാക്കണത്. അപ്പം ഒക്കെ ഒന്ന് വഴറ്റിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇനിയിപ്പോൾ ബീഫ് മാത്രമല്ല ചിക്കൻ ആണെങ്കിലുമൊക്കെ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ നല്ലത്. വെളിച്ചെണ്ണ ആകുമ്പോൾ ആ നാടൻ ടേസ്റ്റും കിട്ടും. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഉലുവി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അത് രണ്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ബീഫിന് നല്ല വേവുള്ളതല്ലേ, അപ്പോൾ അതിൽ കടന്നിട്ട് അങ്ങനെ വെന്തോളും. പിന്നെ ഒന്ന് വഴറ്റിയിട്ടും കൂടിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പം അങ്ങനെ വെന്തോളും കേട്ടോ. അങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൻ്റെ ഇല ചേർക്കുക. കറിവേപ്പിൻ്റെ ഇലയും ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതാ സവാളയും തക്കാളിയൊക്കെ വഴറ്റിയെടുക്കാനുള്ളതാണ് കേട്ടോ. ഈ സവാളയും ചെറിയുള്ളിയൊക്കെ തന്നെയാണ് നമ്മൾ ബീഫ് കറിക്കും ചിക്കൻ കറിക്കും ഒക്കെ ടേസ്റ്റ് കൊടുക്കല്ലേ, അതേപോലെ ബിരിയാണിക്കും ഒക്കെ. അപ്പോൾ സവാള നല്ലോണം വഴറ്റിയെടുക്കണം. നല്ലോണം വഴന്ന് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതലേക്ക് ഇറങ്ങുക. ഇനിയിപ്പോൾ പച്ച സവാള നമ്മൾ ഇങ്ങനെ കുഴച്ച് ബീഫൊക്കെ കുഴച്ച് വെക്കുമല്ലോ, അങ്ങനെ വെക്കുമ്പോൾ അങ്ങനെയും ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ വഴറ്റി വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ബീഫും ചിക്കനൊക്കെ വെക്കുമ്പോൾ ഞാൻ അധികം കല്ലുപ്പന്നെയാണ് യൂസ് ചെയ്യൽ. പൊടിപ്പിനെക്കാട്ടിലും നല്ലത് കല്ലുപ്പന്നെയാണ്. അങ്ങനെ ആ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കറക്റ്റ് അളവൊന്നും പറയണില്ല കേട്ടോ. ഒക്കെ നമുക്കറിയാലോ എത്ര ബീഫ് എടുത്തിക്കണം, അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ. അങ്ങനെ അതൊക്കെ ചേർത്ത് പിന്നെയും നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. എന്നിട്ട് നമുക്ക് തക്കാളി ചേർക്കുക. തക്കാളി പച്ചമുളകും പിന്നെ ഞാൻ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് കീറിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ ഇപ്രാവശ്യം ഞാൻ മുളക് പൊടിച്ചതേ നല്ല എരിവാട്ടോ, കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി വേറെ സാധാ മുളക് വേറെ അങ്ങനെ ആക്കിയിട്ടാണ് പൊടിച്ചത്. സാധാരണ ഞാൻ മുളക് പൊടിക്കുമ്പോൾ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂട്ടും. അതിലേക്ക് സാധാ മുളക് പൊടിക്കണേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ കൂട്ടിയിട്ടാട്ടോ പൊടിക്കൽ. അങ്ങനെ ആകുമ്പോൾ എരിവും ഉണ്ടാവും കളറും ഉണ്ടാവും. ഇപ്രാവശ്യം രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ടാണ് പൊടിച്ചത്. അപ്പം നല്ല എരിവുള്ള മുളക് പൊടിക്ക് നല്ല എരിവാണ് കേട്ടോ, അപ്പോൾ കുറച്ചിട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് കീറിയിടാഞ്ഞത്. പച്ചമുളകും കൂടെ കീറിയിട്ടാൽ ചിലപ്പോൾ എരിവ് കൂടും വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അങ്ങനെ അതൊക്കെ ചേർത്ത് ഒന്നും കൂടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണക്ക് മാറി വന്നതിന് ശേഷം ഒരു അരമുറി ചെറുനാരങ്ങൻ്റെ നീരും കൂടെ അതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ ബീഫ് കറിക്ക്. ചെറുനാരങ്ങൻ്റെ നീരും കറിക്ക് നമ്മൾ ചേർക്കുകയാണെങ്കിലും ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവമാണ്. നമ്മൾ ബീഫ് കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും ഇനിയിപ്പോൾ ചിക്കനൊക്കെ പൊരിക്കുമ്പോഴൊക്കെ നമ്മൾ ചെറുനാരങ്ങൻ്റെ നീര് ചേർക്കൂലേ, അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഒരു അരമുറി ചെറുനാരങ്ങൻ്റെ നീരും ചേർത്ത് എന്നിട്ടൊന്നും കൂടെ വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫായിക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തീയാണെങ്കിൽ നല്ലോണം കത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ അടി പിടിച്ചാലോ വിചാരിച്ചിട്ട് ആദ്യം കുറച്ച് ബീഫ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ മൺചട്ടിയും കൂടിയല്ലേ, ഇപ്പം നമ്മളെ മൺചട്ടിയൊക്കെ ഇങ്ങനെ അടുപ്പത്ത് വെച്ച് എണ്ണയിലിട്ട് സവാള ഇതൊക്കെ അതിൽ തന്നെ ഇട്ട് നമ്മൾ വഴറ്റിയിട്ടേ ഒക്കെ മയങ്ങി വന്നതാണ് കേട്ടോ നല്ലോണം. പിന്നെ കുറേ മുന്നുള്ള ചട്ടികളാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ എണ്ണ കിനിഞ്ഞ് വരും അതിൽ. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ പോലെ ആവും കേട്ടോ, അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് അടി പിടിച്ചൂല. എണ്ണൻ്റെ ആ ഒരു കിനിവ് ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും ചട്ടിൻ്റെ അടിയിൽ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നാണ് പിടിച്ചൂല. എന്നാലും തീ നല്ലോണം കത്തുകയാണെങ്കിലൊക്കെ ചെറുതായിട്ടൊക്കെ പിടിച്ചും. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ബീഫൊക്കെ ഇട്ട് കൊടുത്തു നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിക്കുമ്പം ചൂടുള്ള വെള്ളം ഒഴിക്കണം. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. നമ്മളിങ്ങനെ അടുപ്പത്ത് വെച്ച് ചൂടുള്ള ഫുഡ് ഉണ്ടാക്കുമ്പോൾ പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പം ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരണമെങ്കിൽ കുറേ ടൈം എടുക്കും, ബീഫല്ലേ. ആദ്യം കുറച്ച് നേരം നല്ലോണം തീ കത്തിച്ച് കൊടുക്കുക, പിന്നെ അങ്ങനെ കനലിൽ കടന്നിട്ട് അങ്ങനെ വെന്തോളും. അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് വേറെ പണികളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് അവിയൽ ഉണ്ടാക്കണം എന്നുള്ളത്. പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇത് വന്നാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നല്ലോണം തിളച്ച് നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് അതിന് കേട്ടോ. അപ്പോൾ ഒന്ന് വന്ന് ഇളക്കി കൊടുത്തതാണ്. അപ്പോൾ ബീഫൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ വേവട്ടെ. പിന്നെ അതാ വെജിറ്റബിൾസൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ എല്ലാം ഉണ്ട് കേട്ടോ. അവിയലിക്ക് എന്തൊക്കെ കഷ്ണങ്ങൾ ഇടണ്ടേന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഇട്ട് കൊടുത്തതാണ്.
ഞാൻ ആദ്യം പച്ചക്കറി അങ്ങനെ കഴിക്കുന്നല്ലേ കേട്ടോ. ഇവിടെ പച്ചക്കറി അങ്ങനെ കൊണ്ടുവരില്ല. ഇവിടെ ബാവുവിനും കുട്ടികൾക്കൊക്കെ ബീഫും അതേപോലെ ചിക്കനും മീനും അങ്ങനെ ഒക്കെ അവർക്ക് പറ്റുള്ളൂ. അപ്പോൾ പച്ചക്കറികൾ അധികം കൊണ്ടുവരലില്ല. എന്തെങ്കിലും ചിലപ്പോൾ എപ്പോഴേലും ഉപ്പേരി വെക്കാൻ കൊണ്ടുവരുന്നല്ലാതെ സാമ്പാറിനൊന്നും അധികം കൊണ്ടുവരലില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ എനിക്ക് ഷുഗർ ആയതുകൊണ്ടേ അങ്ങനെ വല്ലാതെ കഴിക്കാൻ പറ്റൂലല്ലോ ഫുഡൊന്നും. അപ്പം ഞാൻ ഉച്ചക്ക് മാത്രമല്ലേ ചോറ് കഴിക്കുള്ളൂ. ഇപ്പോൾ ഉപ്പേരിയാണ് അധികം കഴിക്കൽ. അപ്പോൾ അതുകൊണ്ട് പച്ചക്കറികൾ നല്ലോണം കൊണ്ടുവരും ഇപ്പം. അപ്പം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു സാമ്പാർ വെച്ചാൽ പിന്നെ ബാക്കിയേ കാര്യം. അപ്പോൾ ഞാനിന്ന് അവിയലാക്കാമെന്ന് കരുതിയതാണ്. അപ്പോൾ ഇതാ നമ്മുടെ പുതിയ പ്രാവശ്യം ഇൻഡസ്വാലിയിൽ നിന്ന് വന്ന ആ ഒരു പാത്രാട്ടോ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഇത് അവിയലൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. എന്നിട്ട് അതിലേക്ക് ഇതാ നമ്മൾ അവിയലിന് അരിഞ്ഞ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു, ഉപ്പ് ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കണം കേട്ടോ. വെള്ളം അധികം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കട്ടോ. നല്ല കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഹൈ ഫ്ലെയിമിലിടും വേണ്ട. പാത്രം നല്ലോണം ചൂടായാൽ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇതിങ്ങനെ വെജിറ്റബിൾസൊക്കെ വേവിക്കാനും അതേപോലെ നമുക്ക് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. നല്ല പാത്രമാണ്, മീൻ പൊരിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ റസീന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെങ്കിൽ 12% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. ഇതിൻ്റെ സ്വാലിന്ന് നമുക്ക് പ്രാവശ്യം വന്ന പാത്രമാണ്. അവർ പാത്രങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളാണ് കേട്ടോ. ചിലപ്പം വാങ്ങിക്കുമ്പോൾ കുറച്ച് റേറ്റ് ഒക്കെ ഉണ്ടാവും, പക്ഷേ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വാങ്ങിച്ചാൽ അങ്ങനെയല്ലല്ലോ, കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോവും, പിന്നെ നമുക്ക് അതിൽ കുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാവുമ്പം അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. നമുക്ക് ഹെൽത്തി ആയിട്ട് ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ഒരു കുഴപ്പം വരില്ല കേട്ടോ. പാത്രത്തിന് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഗ്യാസും ലാഭിക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിച്ചുകൊണ്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കട്ടോ ഇതിൻ്റെ ലിങ്ക്. അപ്പോൾ അവിയലും അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ. മുകൾ വശത്തുള്ളതൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അടിഭാഗമൊക്കെ വെന്തിട്ടുണ്ട്, ഇനി മുകളത്തതും വേവട്ടെ വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവി എടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ പോയിട്ട് തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിരകി ചതച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയും പച്ചമുളകും നല്ല ജീരകവും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇതാ ഇപ്പം വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ചെറിയൊരു പാത്രം കൂടെ വന്നിട്ടുണ്ടായിന് കേട്ടോ. നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള, ചായ ഉണ്ടാക്കാനും പാല് കാച്ചാനൊക്കെ പറ്റിയിട്ടുള്ള ചെറിയൊരു പാത്രം കൂടെ ഉണ്ടായിരുന്നു. അതും നല്ലതാണ് കേട്ടോ. അതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാത്രമാണ്. പിന്നെ അതിൻ്റെ ലിങ്കും അതേപോലെ ചില കൂട്ടുകാർ ചോദിച്ചിനി, അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ റേറ്റ് ചോദിക്കുമ്പോൾ ഞാൻ പറയാത്ത എന്താ വെച്ചാൽ, റേറ്റ് ചിലപ്പോൾ ഞാൻ പറയുന്ന റേറ്റ് ആവില്ല, ഞങ്ങൾ നോക്കുമ്പോൾ അതിൽ കാണുക റേറ്റ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞതാണ് റേറ്റ് നിങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലിങ്കിൽ കയറി നോക്കിയാൽ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ കയ്യിലുള്ള ക്യാഷിന് നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചാൽ മതി. ക്യാഷ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ വാങ്ങിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ റേറ്റും കാര്യങ്ങളൊന്നും പറയാത്തത് കേട്ടോ. ഒരു നമ്മളോട് പറഞ്ഞാണ് റേറ്റ് നിങ്ങൾ പറയണ്ടെന്നുള്ളത്, അതാണേ. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ അതിക്ക് ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് ആവിയൊക്കെ കയറ്റി എടുത്തിട്ടുണ്ട് അരപ്പൊക്കും. അപ്പോൾ ഇപ്പം അവിയൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തൈര് ചേർക്കണം. അപ്പോൾ ഞാൻ തേങ്ങ ചതച്ച് വെച്ച് ഇനി ആ ഒരു ചാർക്ക് തന്നെ കുറച്ച് തൈര് എടുത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ തൈരും കൂടെ അതിലേക്ക് ചേർക്കാം. അപ്പോൾ തൈരൊക്കെ പുളിക്കനുസരിച്ചിട്ട് എടുക്കുക. എല്ലാവർക്കും അറിയാം അവിയലൊക്കെ ഉണ്ടാക്കാൻ. ഞാനിങ്ങനെ പറയുന്നുണ്ടല്ലേ. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം ആ വീഡിയോ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറയണ്ടേ, അത് വിചാരിച്ചിട്ട് പറയണേ. ഉഷാറായിട്ട് ഇതിലേറെ അടിപൊളിയായിട്ട് അവിയൽ ഉണ്ടാക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കരുത് കേട്ടോ. ഞാൻ എൻ്റെ ഒരു രീതിക്കനുസരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണേ. എന്തായാലും ടേസ്റ്റും ഉണ്ടാവലുണ്ട് കേട്ടോ. ടേസ്റ്റും ഉണ്ടായിന് അവിയൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ചോറ് കുറച്ചാണ്, അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒക്കെ തന്നെയാണ് അധികം കഴിക്കൽ. അപ്പോൾ എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ ഉഷാറായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൈര് ചേർക്കട്ടോ. തൈര് ഞാനിവിടെ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിന്. എൻ്റെ തൈര് ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയതായതുകൊണ്ട് കുറച്ച് വെള്ളം പോലെയാണ് കേട്ടോ. കട്ടത്തൈരാണെങ്കിൽ ഒന്നും കൂടെയൊക്കെ കട്ടായിട്ട് ഉണ്ടാവും. ഇത് കുറച്ച് വെള്ളം പോലെയാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിനല്ലേ. പുളിയൊക്കെ ഉണ്ട് കേട്ടോ തൈര് അത്യാവശ്യം. അപ്പോൾ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇന്ന് എല്ലാവരും തിരക്കിലാവില്ലേ, ഒക്കെ ടി വിൻ്റെ മുന്നിലാവും, ന്യൂസും കേട്ടിരിക്കേക്കാരം. ഭരണം ആർക്കാ കിട്ടല്ലേ ഒന്നും അറിയില്ലല്ലോ അല്ലേ. ഇവിടെയൊക്കെ അങ്ങനെ തന്നെ കേട്ടോ, ന്യൂസും കേട്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ രാവിലെ ഇന്ന് എനിക്ക് കാറ്ററിംഗ് ഉണ്ട് വൈകുന്നേരം. അപ്പോൾ രാവിലെ എൻ്റെ പണി കഴിച്ചാണ്. കുക്കിങ്ങൊക്കെ വേഗം തീർത്താണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ വോയിസ് കൊടുക്കാൻ അങ്ങനെ നിന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ അവിയൽ സെറ്റായി. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിന്. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു.
അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ആയി. പിന്നെ ഈ മാസത്തെ ഗിവ് അവേ ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഈ മാസത്തെ വിന്നർ തിരഞ്ഞെടുത്തിട്ടില്ല. അപ്പോൾ 2 ദിവസം എനിക്ക് തിരക്കാട്ടോ, 3-4 ദിവസം. അപ്പോൾ നമുക്ക് ഒരു 8-ാം തീയതി നോക്കട്ടോ ഈ മാസത്തെ വിന്നറെ. അതുപോലെ തന്നെ സുധാ നായർക്കാണ് ഗിഫ്റ്റ് കിട്ടിയത്. ഓരോ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ അവിയലിൽ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതാ ഇപ്പം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങിയേക്കാം. പിന്നെ കുറച്ച് പപ്പടവും പൊരിച്ച് വെച്ചിട്ടുണ്ടേന്. അപ്പം ഇന്ന് ഇതൊക്കെ വേഗമായിട്ടോ. പക്ഷെ നമ്മൾ ബീഫ് അടുപ്പത്ത് വെച്ചല്ലോ, ബീഫ് വെന്ത് കിട്ടാൻ കുറേ സമയമെടുത്ത്. നല്ല വേവുള്ള ബീഫാണ് തോന്നുന്നുണ്ട്. പിന്നെ വിറകടുപ്പത്തും അല്ലേ നമ്മൾ വെച്ചത്, കുറേ സമയം അടുപ്പത്ത് വെച്ചിട്ട് എന്നിട്ടൊന്നും വേവണില്ല അതിനിട്ടോ. അപ്പം ഞാൻ പിന്നെ അതിന് കുറച്ചെടുത്തിട്ട് കുക്കറിൽ ഒരു 2-3-4 വിസിലടുപ്പിച്ചെടുത്ത് ചെറിയ തീയിലിട്ടിട്ട് എന്നിട്ടാണ് വെന്തത്. ബാക്കിയുള്ളത് അവിടെ തന്നെ വെച്ച് ഉച്ചക്ക് കഴിക്കാനുള്ളത് മാത്രം കുറച്ചെടുത്തിട്ട് കുക്കറിൽ അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ ചെയ്തത്. അപ്പോഴത്തേന് ഇപ്പച്ചി മക്കൾക്കൊക്കെ ഫുഡ് കഴിക്കാൻ നേരം വൈകിയാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുത്തു. ഞാൻ പിന്നെ അപ്പോഴൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് വീഡിയോ റെഡിയാക്കാണ്ടേനി, വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാണ്ടേനി. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടാണ് പിന്നെ ഞാൻ കഴിച്ചത് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഞാൻ ചെറിയ കുക്കറിൽ ഇട്ടാണ്ട് കുറച്ചെടുത്ത് അങ്ങനെ വിസിലടുപ്പിച്ചെടുത്തിട്ടോ. അപ്പോൾ ബീഫ് ഇവിടെ നല്ലോണം വേവണം, ഒരു പാകത്ത് വേവൊന്നും പറ്റൂല. ബാവുനൊക്കെ വെന്ത് ഇങ്ങനെ കൈകൊണ്ട് നമ്മളിങ്ങനെ ഞെരടിയാൽ ബീഫ് ഇങ്ങനെ ഇതാവുമല്ലോ, അതേപോലെ നല്ലോണം പൊട്ടി വരണം കേട്ടോ. അതാണ് ബീഫിൻ്റെ വേവിൻ്റെ കണക്ക്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത് അങ്ങനെ ആയിട്ടില്ല ഇനി. അപ്പോൾ പിന്നെ അടുപ്പത്ത് തന്നെ വെച്ച് ആ കനൽമ തന്നെ കടന്നാൽ മതി. കുറച്ച് നേരം അങ്ങനെ കടന്നു കഴിഞ്ഞാൽ തന്നെ വേവ് കേട്ടോ. തീയൊന്നും കത്തിച്ചു കൊടുക്കൊന്നും വേണ്ട. അങ്ങനെ എനിക്ക് കഴിക്കാനായപ്പോഴത്തേന് ബീഫൊക്കെ വന്നിട്ടുണ്ടായിന് കേട്ടോ. എണ്ണയൊക്കെ ഇതാ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോറ് കഴിക്കാൻ ഞാൻ ഇതിന്ന് കേട്ടോ ബീഫ് എടുക്കണത്. അങ്ങനെ ഇതാ ഒരു പാത്രത്തേക്ക് ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫാസ്റ്റിംഗ് ഷുഗർ ചോദിച്ചിന് കേട്ടോ. ഞാൻ ഈ ആഴ്ച നോക്കിയിട്ടില്ല, ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാളെ നോക്കണം എന്നിട്ട് പറയാം കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിൽ നോക്കിയപ്പോൾ കുറവാണ്, 110 ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഈ കുടിക്കുന്ന ആയുർവേദ മരുന്ന് കുടിച്ച് കഴിഞ്ഞാൽ ഷുഗർ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല എന്നാട്ടോ അവർ പറയണത്. പിന്നെ നമുക്ക് ഭക്ഷണത്തിൽ അങ്ങനെ കൺട്രോൾ ചെയ്ത് പോയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ മരുന്നിന് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം റേറ്റ് ഉണ്ട്. അപ്പോൾ ഇൻ്റെത് എങ്ങനെയാണെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അല്ലാതെ പൈസക്ക് ഒരുപാട് കൊടുത്ത് മാറാതെ എന്നാൽ പിന്നെ നിങ്ങൾ ഇന്നെ ചീത്ത അറിയില്ലേ. അപ്പോൾ ഒക്കെ റെഡി ആവട്ടെ, എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കട്ടോ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.